എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മനുപത്രയുടെ പുതിയ AI ജനറേറ്റഡ് ഫീച്ചേഴ്സ്, AI റിസർച്ചേഴ്സിന്റെ ഒരു വെബിനാറാണ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ മനുപത്ര നിങ്ങൾ ഓൾറെഡി മനുപത്ര യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, മനുപത്ര 2001 സ്റ്റാർട്ട് ചെയ്ത ഫേമാണ്. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ലീഗൽ ടെക് ഡാറ്റാബേസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇപ്പൊ റീസെന്റ് നമ്മൾ AI ടെക്നോളജിയിലേക്ക് കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം AI ടെക്നോളജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ വെബ്സൈറ്റിന്റെ ഓവർവ്യൂ ആണിത്. സോ ഇതില് ബേസിക്കലി AI ഫീച്ചേഴ്സ് നമ്മൾ ലോഗിൻ ചെയ്ത് മനുപത്ര യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൽ AI ഫീച്ചേഴ്സ് കിട്ടുന്നത്. സോ മനുപത്ര ജസ്റ്റ് നമ്മളുടെ നോർമൽ ലോഗിൻ ID പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഹോം പേജ് വരുന്നത്. സോ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഇവിടെ AI സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ കൂടെ ഇപ്പം ഐക്കണും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ നമുക്ക് മനു സെർച്ചും ലീഗൽ സെർച്ച് ആയതുകൊണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ കൂടെ AI സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കണും കൂടെ സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ AI സെർച്ച് ബേസിക്കലി നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ആ ക്വറി നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എക്സാക്ട് ഫ്രേസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പോലെ ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ഐഡിയാസ് എന്താണോ അത് ജസ്റ്റ് ഈ AI സെർച്ചിൽ നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മനുപത്രയുടെ ഡാറ്റാബേസിൽ റിസർച്ച് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ജഡ്ജ്മെന്റ് നമുക്ക് തരും. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ടോപ്പ് 10 ജഡ്ജ്മെന്റ്സും അതിന്റെ കൂടെ ഒരു AI അനാലിസിസും കിട്ടും. നമ്മൾ കൊടുക്കുന്ന ക്വറി വെദർ അത് പോസിബിൾ ആണോ എന്നല്ല, അല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതല്ല എന്നുള്ളതിന്റെ ഒരു സപ്പോർട്ടിങ് ജഡ്ജ്മെന്റ്സ് നമുക്ക് അതിനകത്ത് തരും. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു സെർച്ച് ഫീച്ചേഴ്സ് കാണിച്ചു തരാം. സോ നമ്മളെ മനുപത്ര അക്കൗണ്ടിൽ AI സെർച്ച് എടുക്കുക, നമ്മളുടെ ക്വറി ഇതിൽ ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു query type ചെയ്ത് victim who has already filed an appeal before the session court against the trial court's acquittal cannot file a second appeal before the high court against the sessions court order എന്ന് പറഞ്ഞിട്ടൊരു ക്വറിയാണ് ഞാൻ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെദർ ഇത് പോസിബിൾ ആണോ അല്ലയോ എന്നാണ് നമുക്ക് ബേസിക്കലി അറിയേണ്ടത്. സോ സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കോർട്ട് വൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സുപ്രീം കോർട്ട് മാത്രം മതിയെങ്കിൽ സുപ്രീം കോർട്ട് മാത്രം സെലക്ട് ചെയ്യാം, ഹൈക്കോർട്ട്സ് മാത്രം മതിയെങ്കിൽ ഹൈക്കോർട്ട്സ് സെലക്ട് ചെയ്യാം. സപ്പോസ് കേരള ഹൈക്കോർട്ട് മാത്രം മതിയെങ്കിൽ നമുക്ക് കേരള ഹൈക്കോടതി മാത്രം സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഫോർ സുപ്രീം കോർട്ട് പ്ലസ് ഓൾ ഹൈക്കോർട്ട്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡാറ്റാബേസേഴ്സ്, ട്രൈബ്യൂണൽസ്, നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്ന പ്ലാൻസിൽ ഏതൊക്കെയാണോ വരുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജസ്റ്റ് സുപ്രീം കോർട്ട് പ്ലസ് ഹൈക്കോർട്ട്സ് കൊടുത്തു. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ഇയറും എൻഡ് ഇയറും കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇപ്പം ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ ഇൻ കേസ് നമുക്കൊരു പർട്ടിക്കുലർ ഇയർ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇയർ കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം. ഇതില്ലെങ്കിൽ ജസ്റ്റ് നോർമലി കൊടുത്തിട്ട് സെർച്ച് കൊടുത്താൽ മതി. സോ AI നമ്മൾ കൊടുത്ത ക്വറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് മനുപത്രയുടെ ഡാറ്റാബേസിൽ സെർച്ച് ചെയ്യും. സോ കംപ്ലീറ്റ് മനുപത്രയുടെ ഡാറ്റാബേസിൽ സെർച്ച് ചെയ്ത് 1949 മുതലോ അല്ലെങ്കിൽ പ്രിവി കൗൺസിൽ ഡിസിഷൻസിൽ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ജഡ്ജ്മെന്റിൽ നിന്ന് നമ്മളുടെ ക്വറിയുടെ ടോപ്പ് 10 ജഡ്ജ്മെന്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് രണ്ട് വിൻഡോയിലായിട്ടാണ് നമുക്ക് ജഡ്ജ്മെന്റ് വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വിൻഡോയിൽ നമുക്ക് ജഡ്ജ്മെന്റ്സും റൈറ്റ് സൈഡിൽ നമ്മളുടെ അനാലിസിസ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്പ്ലിറ്റ് വ്യൂ അല്ലെങ്കിൽ നമുക്ക് അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ AI അനാലിസിസിൽ ബേസിക്കലി നമ്മൾ ചോദിച്ച ക്വറിയുടെ ഒരു ആൻസർ ആണ് ഇപ്പം AI നമുക്ക് തന്നിരിക്കുന്നത്. ഫോർ ലീഗൽ ഫ്രെയിംവർക്ക് ഗവേണിംഗ് അപ്പീൽ, അങ്ങനെ അതിന്റെ ഒരു ഫ്രെയിംസ് ഏതൊക്കെ ആക്ടിൽ അല്ലെ ഏതൊക്കെ സെക്ഷനുകളിലാണ് വന്നിരിക്കുന്നത്, അല്ലെ CRPസിൽ ഏതൊക്കെ സെക്ഷൻസ് ഉണ്ടായിരുന്നു, PNSSൽ ഏത് കറസ്പോണ്ടിങ് സെക്ഷൻ ആണെന്നും അതിന്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് വരും. നമ്മളുടെ ക്വറിയുടെ ഒരു അനാലിസിസ് വരും. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്രാൻസ് എ വിക്ടിം റൈറ്റ് ടു പ്രിഫർ ആൻ അപ്പീൽ അഗൈൻസ്റ്റ് ആൻ ഓർഡർ ഓഫ് അക്വിറ്റൽ, കൺവിക്ഷൻ ഫോർ എ ലെസർ ഒഫൻസ് ഓർ ഇനാഡിക്വേറ്റ് കോമ്പൻസേഷൻ. സോ അങ്ങനെ നമ്മൾ ചോദിച്ച ക്വറിയുടെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് കിട്ടും. പിന്നീട് ഈ അനാലിസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ജഡ്ജ്മെന്റ്സ് നമുക്ക് ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. മോസ്റ്റ് റിലവന്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ മനുപത്രയുടെ സൈറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഡയറക്ട്ലി അഡ്രസ് ദിസ് യൂസർ ക്വറി. അത് നമ്മൾ ചോദിച്ച ക്വറിയിലുമായിട്ട് ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോസ്റ്റ് റിലവന്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഗോപാലകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് ആണ്, കേരള ഹൈക്കോടതിയുടെ. സോ അത് എന്തുകൊണ്ടാണ് അതിൽ ആ ഗോപാലകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. സിമിലർലി വേറെ ഏതൊക്കെ ജഡ്ജ്മെന്റ്സിൽ ആ ടോപ്പിക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നീട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രാറ്റജിക് ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഡയറക്ട് പ്രസിഡൻസ്, നമ്മൾ സെർച്ച് ചെയ്ത ക്വറിയായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന ജഡ്ജ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണിത്. സോ ആ ജഡ്ജ്മെന്റിന്റെ സൈറ്റേഷൻസ് ഹൈപ്പർ ലിങ്ക്ഡ് ആണ്. പിന്നെ അതിനൊരു ലീഗൽ റെമഡി പറഞ്ഞു തരും. നമ്മൾ ചോദിച്ച ക്വറിയുടെ ഒരു റെമഡി എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും.
പിന്നെ നമുക്ക് ആർഗ്യുമെന്റ് സ്ട്രാറ്റജി ആയിരുന്നു. നമ്മൾ കോർട്ടിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോർട്ടിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്ട്രാറ്റജിയും കൂടെ നമ്മൾ AI അനാലിസിസ് ഇതിൽ പറഞ്ഞു തരും, അതിന്റെ ജഡ്ജ്മെന്റും തരും. പിന്നെ പ്രാക്ടിക്കൽ ഗൈഡ് ലൈൻസിൽ നമ്മൾ ചോദിച്ച കൊറിയുടെ സ്ട്രെങ്ത് എന്താണെന്ന്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്സിന്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത്, ഇപ്പൊ ലീഗൽ പൊസിഷൻ, സ്ട്രോങ് ആൻഡ് സിസ്റ്റം, മെയിൻറ്റബിലിറ്റി ഓഫ് സെക്കൻഡ് അപ്പീൽ, അങ്ങനെ നമുക്ക് സ്ട്രെങ്ത് പറയും, റിസ്ക് പറഞ്ഞു തരും. നമ്മൾ ചോദിച്ച കൊറിയുടെ ഒരു റിസ്ക് അതിൽ പറഞ്ഞു തരും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് AI തരും. സോ ജനറലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AI ആണ്. നമുക്ക് വീണ്ടും നമ്മൾ ഡാറ്റാബേസസ് ക്രോസ് ചെക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ഡാറ്റാബേസസ് നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഇനി സൈറ്റേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ തന്നെ മനുപത്രയിൽ വന്നിരിക്കുന്ന ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റും നമുക്ക് ഇതിൽ തന്നെ ഓപ്പൺ ചെയ്യാം. നമുക്ക് അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റ് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റിൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ നമുക്ക് AI ജനറേറ്റഡ് ജിസ്റ്റ് എന്ന് പറഞ്ഞ ഐക്കൺ കൊടുത്തിട്ടുണ്ടാവും. ഇത് ബേസിക്കലി നമുക്കൊരു സമ്മറി പോലെ കിട്ടും. AI ജനറേറ്റഡ് ജിസ്റ്റ് ആണ്. നമ്മൾ ഓപ്പൺ ചെയ്ത ജഡ്ജ്മെന്റിന്റെ നമുക്ക് ബേസിക്കലി ഹെഡ് നോട്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു ജിസ്റ്റ് പോലെ നമുക്ക് ഇത് തരും. അപ്പൊ നമ്മൾ എൻ്റയർ ജഡ്ജ്മെന്റ് റീഡ് ചെയ്യാതെ ജസ്റ്റ് ആ ജിസ്റ്റ് മാത്രം റീഡ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ആ കേസ് റിലേറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നീട് ഇവിടെ ഒരു AI സമ്മറിയുടെ ഐക്കൺ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. സോ AI സമ്മറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സോഴ്സ് ജഡ്ജ്മെന്റ്, നമ്മൾ ഓപ്പൺ ചെയ്ത ജഡ്ജ്മെന്റിന്റെ ഒരു സമ്മറിയും കൂടെ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു ഗോപാലകൃഷ്ണൻ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ കേസാണ്. സോ അതിൽ ഫാക്ട്സ് എന്താണെന്നുള്ളത് ഇതിൽ വരും. ഇഷ്യൂസ്, ക്വസ്റ്റ്യൻ ഓഫ് ലോ, ആർഗ്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ്, അപ്പലന്റിന്റെ ആർഗ്യുമെന്റ്, റെസ്പോണ്ടന്റിന്റെ ആർഗ്യുമെന്റ്, റിലവന്റ് ലോസ് എന്തൊക്കെയാണെന്നുള്ളതും കോർട്ട് റീസണിങ് എന്താണെന്നുള്ളതും ഇതിൽ തന്നെ കിട്ടും. സോ അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത ജഡ്ജ്മെന്റ് ഒരു സമ്മറി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. സോ ഈ സമ്മറി മാത്രമായിട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാനും പ്രിന്റ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ബേസിക്കലി നമ്മൾ ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഫീച്ചറാണ്. അത് കൂടാതെ തിരിച്ച് നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത AI സെർച്ചിന്റെ റിസൾട്ട്സ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ്സ് നമുക്ക് ഇവിടെ വ്യൂ ചെയ്യണമെങ്കിൽ അതും വ്യൂ ചെയ്യാൻ പറ്റും. സോ സെയിം ഈ ജഡ്ജ്മെന്റ്സിന്റെ പാർട്ടിൽ നമുക്ക് ഡയറക്റ്റ് AI സെർച്ച് ചെയ്ത് തന്നെ ആ ജഡ്ജ്മെന്റിന്റെ ഫാക്ട്സിലേക്ക് പോകാൻ പറ്റും. ഇഷ്യൂസ് എന്താണെന്ന് അറിയാൻ പറ്റും. അതുപോലെ പെറ്റീഷണർ ആർഗ്യുമെന്റ്, റെസ്പോണ്ടന്റ് ആർഗ്യുമെന്റ് എന്താണെന്ന് അറിയാം, സെക്ഷൻ അനാലിസിസ് പറയും, കോർട്ട് റീസണിങ് പറയും. സോ ഇതിലെല്ലാം ഈ P11, P13 എന്ന് പറഞ്ഞിരിക്കുന്ന ആ പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ ചോദിച്ച ക്വറി അല്ലെങ്കിൽ കോർട്ട് റീസൺ ചെയ്തിരിക്കുന്നത്, കോടതി എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ആ പർട്ടിക്കുലർ ജഡ്ജ്മെന്റിൽ ഏത് പാരഗ്രാഫിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ആ പോയിന്റ്. ഇപ്പൊ ഈ P11 എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത ജഡ്ജ്മെന്റ് അത് 8ാമത്തെ പാരഗ്രാഫിലാണ് പറഞ്ഞത്, അതാണ് ആ 8 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം, നമുക്ക് റീഡ് ചെയ്തിട്ടും. സോ അങ്ങനെ ഏതൊക്കെ പാരഗ്രാഫുകൾ എവിടേക്കാണ് നമ്മൾ ചോദിച്ച ക്വറി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജഡ്ജ്മെന്റിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റ്സ് ഫുള്ള് കിട്ടും. സോ ഇവിടുന്ന് നമുക്ക് ഈ ജഡ്ജ്മെന്റ് പ്രിന്റ് ചെയ്യാനും ഇമെയിൽ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്ത ജഡ്ജ്മെന്റ് ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റ് റീഡ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ജഡ്ജ്മെന്റിന്റെ ഫാക്ട്സ് എന്താണെന്നും ഇഷ്യൂസ് എന്താണെന്നും ആർഗ്യുമെന്റ്സ് എന്താണെന്നും അല്ലെങ്കിൽ കോർട്ട് റീസണിങ് എന്താണെന്നും സമ്മറി എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഇതാണ് ബേസിക്കലി നമ്മളെ AI സെർച്ചിൽ വരുന്നത്. സോ ഇതിൽ നമുക്ക് എന്ത് ക്വറീസ് വേണമെങ്കിലും കൊടുക്കാം, അതല്ല നമുക്ക് എന്താണോ അറിയാവുന്ന അത് കൊടുക്കാം. അതുപോലെ നമുക്കിപ്പം മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസറും മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ഇതില് CRPC സെക്ഷൻ 107 അല്ലെങ്കിൽ BNSS 136 പ്രകാരം ഒരു ബോണ്ട് നിലവിലിരിക്കുമ്പോൾ ആ കാലയളവില് പ്രതി ഒരു വേറെ കുറ്റകൃത്യത്തിൽ ഒന്നിലും ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ സെക്ഷൻ 3 പ്രകാരം കാപ്പ ചുമത്താൻ പറ്റുമോ അല്ലെങ്കിൽ കാപ്പ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാനിപ്പോ ജസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് കേരള ഹൈക്കോടതി മാത്രം മതിയെങ്കിൽ കേരള ഹൈക്കോടതിയിൽ മാത്രം സെലക്ട് ചെയ്യാം. സപ്പോസ് സുപ്രീം കോടതി മാത്രം മതിയെങ്കിൽ നമുക്ക് സുപ്രീം കോടതി മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഇതിന്റെ കൂടെ ഇൻ കേസ് നമുക്ക് ആൻസർ മലയാളത്തിലാണ് വേണ്ടെങ്കിൽ ആൻസർ ഇൻ മലയാളം ഒന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ജഡ്ജ്മെന്റ് റിസൾട്ട് കിട്ടും. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് AI അനാലിസിസും അതുപോലെ ജഡ്ജ്മെന്റുകളും മലയാളത്തിലായിരിക്കും, അതായത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കിട്ടും. സോ അങ്ങനെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് ഇൻ കേസ് വേറെ ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ മലയാളത്തിൽ ക്വറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ തന്നെ അതിന്റെ ആൻസറും കിട്ടും. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിലും കിട്ടും. അതിന്റെ ഓപ്ഷൻ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. സോ അങ്ങനെ എന്ത് ക്വറി നമ്മളുടെ മനസ്സിൽ എന്താണോ ഉള്ളത്
അത് ലീഗൽ ഫ്രെയിം വർക്കിൽ തന്നെ വേണമെന്നില്ല, അല്ലെ ലീഗൽ അത് ഒരു ഫ്രെയിം തന്നെ ചെയ്തിട്ട് ചെയ്യണമെന്നില്ല, അല്ലാതെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം മലയാളത്തിൽ ആൻസർ കിട്ടിയപ്പോൾ നമുക്ക് മലയാളത്തിൽ ബോണ്ട് നിലവിലിരിക്കും ആ കാലയളവിൽ പ്രതി ഒരു കുറ്റം ഏർപ്പെട്ടില്ലെങ്കിൽ സെക്ഷൻ കഴിയുമെന്ന ചോദ്യം കരുതൽ തടങ്കൽ നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെയും വ്യക്തിഗത സ്വാതന്ത്ര്യ ഭരണഘടനാ അവകാശങ്ങളെയും സ്പർശിക്കുന്നു. അപ്പൊ അത് ശ്രദ്ധയോടെ മാത്രമേ പ്രയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു ആൻസർ വന്നിരിക്കുന്നത്. സോ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റുകളും സൈറ്റേഷൻസും ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ധന്യ സ്റ്റേറ്റ് ഓഫ് കേരള, അപ്പൊ നമുക്ക് അവിടുന്ന് ജഡ്ജ്മെന്റിലേക്ക് പോകണമെങ്കിൽ ജഡ്ജ്മെന്റിലേക്കും പോകാൻ പറ്റും. ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റ് നമുക്ക് പിന്നെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും പ്രിന്റ് എടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അഗെയിൻ സെയിം ഇവിടെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ആ ജഡ്ജ്മെന്റ് മലയാളത്തിൽ തന്നെ കിട്ടും. ഇവിടെ നമുക്ക് പെറ്റീഷൻ ആർഗ്യുമെന്റിലേക്കും റെസ്പോണ്ടന്റ് ആർഗ്യുമെന്റ്സിലേക്കും ഒക്കെ പോകണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതാണ് നമ്മളെ ബേസിക്കലി മനു പത്രയിൽ വന്നിരിക്കുന്ന AI സെർച്ചിന്റെ ഒരു സെർച്ച് ഐക്കൺസ്. സോ ഇതിൽ നമ്മൾ ബേസിക്കലി എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് അതിന്റെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തരും. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നോർമൽ ക്വറീസിൽ കീവേഡ്സുകൾ അല്ലെ ഫ്രേസസ് ഒക്കെ കൊടുത്തിട്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിന്റെ ആൻസേഴ്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്യും. ഇതിൽ നമ്മൾ ലാസ്റ്റ് 20 സെർച്ചസിന്റെ ഹിസ്റ്ററി ഇതിൽ വരും. നമ്മൾ എന്തൊക്കെയാണ് ഇതിന് മുന്നേ സെർച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഹിസ്റ്ററി അറിയാൻ പറ്റും. നമുക്ക് വീണ്ടും ആ ടോപ്പിക് തന്നെ സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അത് വീഡിയോസ് ഉണ്ട്, ട്രെയിനിങ് വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. ഇതിൽ നോർമലി നമ്മളുടെ ക്വറീസ് കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മനു പാത്രയിൽ വന്നിരിക്കുന്ന AI സെർച്ചിന്റെ വിൻഡോയിൽ. പിന്നീട് ഇത് കൂടാതെ മനുപത്രയുടെ കൂടാതെ നമ്മൾ പുതിയ മനു വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു വെബ്സൈറ്റും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. AI ബേസ്ഡ് ടൂൾ കിറ്റ് ആണത്. ഇതിൽ ബേസിക്കലി നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാനും അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും സമ്മറി ജനറേറ്റ് ചെയ്യാം, ടൈം ലൈൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും, സിനോപ്സിസ് ഒക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണിത്. സോ ഇതിൽ മനു വർക്ക്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റ് ആണ്, മനുപത്രയുമായിട്ട് ലിങ്ക്ഡ് അല്ല. നമുക്ക് അതിൽ നിന്ന് ഐക്കണിലേക്ക് പോകാൻ പറ്റും, ബട്ട് സെപ്പറേറ്റ് യൂസർ ടൈപ്പും പാസ്വേഡും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ജസ്റ്റ് manuworks.ai എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടും. അപ്പൊ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളൊരു വിൻഡോ വരുന്നത്. ഇതിൽ നമുക്ക് കുറച്ചേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് സമ്മറി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ എന്ത് ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്താലും അതിന്റെ സമ്മറി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഷ് ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഫ്രഷ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ക്വറീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഡ്രാഫ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഫാക്ട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് ഫയലിലോ PDF ഫയലിലോ ഉള്ള ഫാക്ട്സ് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്സ് ലോവർ കോർട്ടിന്റെ ജഡ്ജ്മെന്റ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പീൽ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് തരും ഇതിൽ. പിന്നെ ട്രാൻസ്ലേറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ലേറ്റർ ബേസിക്കലി എന്ത് ഫയൽ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. റീജിയണൽ ലാംഗ്വേജിലുള്ള ഫയൽസ് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിലുള്ള ഫയൽസ് വേറെ ഏത് റീജിയണൽ ലാംഗ്വേജസിലേക്കും വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അറബി അതുപോലുള്ള ലാംഗ്വേജസിലുള്ള ഫയൽസുകൾ നമുക്ക് ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇപ്പം നമ്മൾ ChatGPT അല്ലെങ്കിൽ അങ്ങനെ പല ഡാറ്റാബേസസും ഇങ്ങനെ AI ട്രാൻസ്ലേഷൻ കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇതിന്റെ അകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഫയലുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നോർമലി പഴയ ആധാരങ്ങൾ അങ്ങനെയുള്ള ഡോക്യുമെന്റ്സുകൾ പഴയ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ കൂടെ നമ്മൾ ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. പിന്നീട് OCR കൺവേർട്ട് ചെയ്യാൻ പറ്റും. OCR ബേസിക്കലി നിങ്ങൾക്ക് അറിയായിരിക്കും, ഫോട്ടോ നമുക്ക് വാട്സപ്പിലോ ഒക്കെ അയച്ചു തരുന്ന ഫോട്ടോസ് നമുക്ക് എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ടൈം ലൈൻ ജനറേറ്റ് ചെയ്യുന്ന ബേസിക്കലി നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലെങ്കിൽ നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് വൈസ് ഇവന്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് തരും. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. രണ്ട് ഡോക്യുമെന്റ്സ് തന്നെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിൽ സമ്മറിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സമ്മറി നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് റിപ്പോസിറ്ററി എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. അതായത് നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ സെയിം ഡോക്യുമെന്റ് തന്നെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ അങ്ങനെ സെയിം ഡോക്യുമെന്റ് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, സമ്മറി മാത്രം മതിയെങ്കിൽ സമ്മറി മാത്രം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് റിപ്പോസിറ്ററി നമുക്ക് ഒരു ഡോക്യുമെന്റ്സ് ഫോൾഡർ പോലെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ട് എടുക്കാനും പറ്റും. നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ അപ്ലോഡ് ചെയ്തു,
ജസ്റ്റ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു കംപ്ലീറ്റ് സമ്മറി കിട്ടും. ഇപ്പൊ ഞാനൊരു കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ആണ് ഇപ്പൊ അപ്ലോഡ് ചെയ്തത്, സമ്മറി ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു ജഡ്ജ്മെന്റിന്റെ കംപ്ലീറ്റ് സമ്മറി നമുക്ക് കിട്ടും. നമ്മളപ്പോ ആ ഒരു ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റ് വായിക്കാതെ നമുക്ക് അതിന്റെ ഒരു സമ്മറി റീഡ് ചെയ്യാൻ പറ്റും. ഇതില് നമുക്ക് അതിന്റെ ഫാക്ട്സ് എന്താണെന്നും ഇഷ്യൂസ് എന്താണെന്നും അതുപോലെ അപ്പലന്റിന്റെ അല്ലെ റെസ്പോണ്ടന്റിന്റെ ഒക്കെ ആർഗ്യുമെന്റ്സ് എന്താണെന്നും ഇതെല്ലാം നമുക്ക് സമ്മറിയിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയൽസ് ഡിപ്പെൻഡ് ആയിരിക്കും അതിന്റെ ഒരു സമ്മറി ജനറേറ്റ് ചെയ്യാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽസ് നമ്പർ ഓഫ് പേജസ് കൂടുതലുള്ള ഫയൽസ് ആണെങ്കിൽ അതിന്റെ അനുസരിച്ച് ടൈം എടുക്കും. ജനറലി അത് ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മളെ നെറ്റ്വർക്ക് സ്പീഡും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയൽസ് എത്ര പേജസ് ഉണ്ടെന്നതിന്റെ അനുസരിച്ചാണ് നമുക്ക് ആ ഡോക്യുമെന്റ് കിട്ടുന്നത്. ഇതുപോലെ സമ്മറി ജനറേറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് അതിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും കംപ്ലീറ്റ് ഒരു സമ്മറി കിട്ടും. നമ്മൾ ഫുൾ ടെക്സ്റ്റ് ജഡ്ജ്മെന്റ് റീഡ് ചെയ്യാതെ തന്നെ നമുക്ക് അതിന്റെ ലീഗൽ ഇഷ്യൂസ് എന്താണെന്നും അല്ലെങ്കിൽ പെറ്റീഷണറുടെ ആർഗ്യുമെന്റ്സ് റെസ്പോണ്ടന്റിന്റെ ആർഗ്യുമെന്റ്സ് എന്താണെന്നും കോർട്ട് റീസണിങ് എന്താണെന്നും ഇതെല്ലാം കംപ്ലീറ്റ് ഒരു സമ്മറി പോലെ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഈ സമ്മറി മാത്രമായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഇമെയിൽ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. PDF-ലും ഡോക്യുമെന്റ് ആയിട്ട് വേർഡിലും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടും പറ്റും. പിന്നീട് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, നമുക്ക് ഫ്രഷ് ഡ്രാഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മളുടേതായിട്ടുള്ള പ്രോംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡ്രാഫ്റ്റ് ചെയ്ത് തരും. നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് ആ ഡ്രാഫ്റ്റ് ചെയ്ത് തരും. ഇപ്പൊ നമുക്ക് റിട്ട് പെറ്റീഷൻ ആണെങ്കിൽ റിട്ട് പെറ്റീഷൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ ഫാക്ട്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് തരും. ഞാൻ ജസ്റ്റ് ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ് കൊടുത്തത്. ബിഫോർ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് കോടതിയിലാണ് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് ആ കോടതിയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഡ്രാഫ്റ്റ് എക്സാക്ട് ഫോർമാറ്റിൽ കിട്ടും. ബാക്കി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളേതായിട്ടുള്ള പ്രേയേഴ്സ് ആഡ് ചെയ്യാനും അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഫാക്ട്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ ബിഫോർ ഹൈക്കോർട്ട് ഓഫ് കേരള, പെറ്റീഷണർ ഇസ് ദ ബോയ് ഫ്രണ്ട് ഓഫ് ദ ഡെറ്റിന്യൂഡ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ഹർ പേരൻസ് എന്ന് കൊടുത്തു. സോ ജസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് മാത്രം കൊടുത്തിട്ട് ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മനുവർസയായി കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് വരും. ഇൻ കേസ് നമുക്ക് ഇതിന്റെ കൂടെ ജഡ്ജ്മെന്റ് സപ്പോർട്ടും കൂടെ വേണമെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ജഡ്ജ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ പ്രോംസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ജഡ്ജ്മെന്റ് സൈറ്റേഷൻസും കൂടെ സജസ്റ്റ് ചെയ്ത് വരും. സോ ആ ജഡ്ജ്മെന്റ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് റീഡ് ചെയ്യണം. ഈവൻ ഡ്രാഫ്റ്റ് ആണെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് നമ്മൾ റീഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ഇത് നമ്മളുടെ സജഷൻ എന്ന് പറയുന്നത് നിങ്ങളിത് റീഡ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. സോ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ഫോർമാറ്റിൽ തന്നെ വരും. ബാക്കി പെറ്റീഷണറുടെ റെസ്പോണ്ടന്റിന്റെ ഡീറ്റെയിൽസ് ബൈ ഡിഫോൾട്ട് വരും. സ്റ്റേറ്റ് ഓഫ് കേരള, സൂപ്രണ്ട് ഓഫ് പോലീസ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, പെറ്റീഷണർ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റിംഗ് ഫോർമാറ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിനകത്ത് ഗ്രൗണ്ട്സ് കൊടുത്തിട്ടുണ്ടാവും. സോ ഇത് ഗ്രൗണ്ട്സ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫോർമാറ്റിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫാക്ട്സ്, പ്രേയേഴ്സ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രേയർ എന്നുള്ളത്. ഡീറ്റെയിൽസും അഫിഡവിറ്റും എല്ലാം ഇതിനകത്ത് തന്നെ കിട്ടും. സോ നമുക്കിത് PDF-ലും അല്ലെ വേർഡിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ W എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെ പ്രോംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്താണോ നമുക്ക് പ്രോംസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഡ്രാഫ്റ്റ് ചെയ്യണം അങ്ങനെ പ്രോംസ് കൊടുത്തിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാം. അത് കൂടാതെ നമുക്ക് ജഡ്ജ്മെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ അപ്പീലോ അല്ലെ കൗണ്ടർ ഫയൽ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ജഡ്ജ്മെന്റ് അപ്ലോഡ് ചെയ്തു, ഒരു ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു
ഒരു മോട്ടോർ വെഹിക്കിൾ കേസിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്, ഡിസ്ട്രിക്ട് കോർട്ടിന്റെ ജഡ്ജ്മെന്റ്. സോ അത് ഞാനിപ്പോൾ ഒരു MIC ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ ഫയൽ ചെയ്യാൻ ഹയർ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ടൊരു സാറേ ഇതില് ഒരു ഡൗട്ട്. ആ. നമ്മുടെ ഇപ്പൊ ഈ ലോഗിൻ പുതിയതായിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുമ്പോഴേ മെമ്പർ വെയിറ്റിംഗ് ഫോർ ഒതന്റിക്കേഷൻ എന്ന് കാണിക്കുന്നത് എന്താ ഇപ്പം? ഈ ഇതിൽ ലോഗിൻ ചെയ്യാനായിട്ടാണോ, മീറ്റിംഗിൽ ജോയിൻ ചെയ്യാനായിട്ടാണോ? മീറ്റിംഗ് അല്ല, ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തേ. ഇപ്പൊ ഇതിന്റെ അകത്ത് എങ്ങനെ? അതെ, അതിലല്ലേ ഇത് ചെയ്യേണ്ടത് നമ്മള്? അതെ അതെ അതെ, അത് നമ്മൾ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പെയ്ഡ് വെബ്സൈറ്റ് ആണ്, നമുക്ക് ട്രയൽ ആക്സസും ഉണ്ട്. ഞാനപ്പോ ഇത് ഡെമോൺസ്ട്രേഷൻ കഴിയുമ്പോൾ അത് പറയാം അതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഞാൻ ഇത് ആക്ടിവേറ്റ് ചെയ്ത് തരാം. ഓക്കെ സാർ. ഇങ്ങനെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ഫോർമാറ്റ് കിട്ടും. ബാക്കി നമ്മൾ അപ്ലോഡ് ചെയ്ത ജഡ്ജ്മെന്റ്, അതിൽ അപ്പലന്റിന്റെ പേര്, റെസ്പോണ്ടന്റിന്റെ പേര്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാക്ട് ഫോർമാറ്റിൽ തന്നെ നമുക്ക് അടിച്ചു കിട്ടും. നമ്മൾ ബാക്കി ഇതിന്റെ വാല്യുവേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ എന്താണോ ബാക്കി വേണ്ടത് നമുക്ക് പ്രേയേഴ്സ് ആഡ് ചെയ്യാനും നമ്മളുടെ ഗ്രൗണ്ട്സ് ഓഫ് അപ്പീൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈവൻ കോമ്പൻസേഷൻ, ഹയർ കോമ്പൻസേഷൻ എന്നാണ് നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് എമൗണ്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഫിക്സ് ചെയ്ത് തരും. സജസ്റ്റഡ് ജഡ്ജ്മെന്റ് വേണമെങ്കിൽ അങ്ങനെ സജസ്റ്റഡ് ജഡ്ജ്മെന്റ്സ് ഇതിൽ തന്നെ കിട്ടും. അങ്ങനെ എന്ത് ഫോർമാറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഡ്രാഫ്റ്റിംഗ് ടൂളിൽ. പിന്നീട് ട്രാൻസ്ലേഷന്റെ ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് റീജിയണൽ ലാംഗ്വേജസിലുള്ള ഫയൽസും നമുക്ക് ഇംഗ്ലീഷിലേക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഫയൽസ് നമുക്ക് റീജിയണൽ ലാംഗ്വേജസിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതും സെയിം നമുക്ക് ബ്രൗസ് ചെയ്യാം. അതല്ല നമ്മുടെ റിപ്പോസിറ്ററിയിലുള്ള ഫയൽ ആണെങ്കിൽ ചൂസ് ഫ്രം റിപ്പോസിറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു ഫയൽ അപ്ലോഡ് ചെയ്തു, ജസ്റ്റ് അത് ഇംഗ്ലീഷിലേക്കാണെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇതും നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ട്രാൻസ്ലേഷൻ വരുന്നത്. ബട്ട് നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. ഇൻക്ലൂഡിങ് ലീഗൽ ലാംഗ്വേജിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ആ ഒരു സെയിം ഫോർമാറ്റിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇൻക്ലൂഡിങ് ബോക്സസോ എല്ലാം അതിൽ തന്നെ ആ ഫോർമാറ്റിൽ തന്നെ വരും. ഞാൻ ഈ ഒരു മലയാളത്തിലുള്ള ഒരു ഫയലാണ് ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ ഒരു സെയിം ട്രാൻസ്ലേഷൻ വരുന്നതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് വിൻഡോയിലായിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ കിട്ടും, അടുത്തതിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും കിട്ടും. സോ ഇങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷന്റെ വിൻഡോ വരുന്നത്. സോ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്ത ഫയലാണ്. അത് മലയാളത്തിലുള്ള ഫയലായിരുന്നു, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നതാണ്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ എക്സാക്ട് ഫോർമാറ്റിൽ തന്നെയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നത്. നല്ല ക്ലിയർ കേസ് ഫയലായിട്ടാണ് വരുന്നത്. സോ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് റീഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും പോർഷൻസ് ഇൻ കേസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും ഇതിൽ കവർ ചെയ്താണ് വരുന്നത്. സോ ഇത് പോയിന്റ് ബൈ പോയിന്റ് കവർ ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്ത് കവർ ചെയ്ത് വരുന്നതാണ്. സോ അങ്ങനെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ പറ്റും. അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതും റിവേഴ്സ് ട്രാൻസ്ലേഷനും പറ്റും. നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഞാനിപ്പോൾ സെക്കൻഡ് ഫയൽ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു ഫയലാണ്. അത് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതൊരു മുൻസിഫ് കോഡ് ചേർത്തലുള്ള ഒരു ഓർഡറിന്റെ ഒരു കോപ്പിയാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കിട്ടും. അങ്ങനെ അത് നല്ല ആക്യുറേറ്റ് റിസൾട്ട്സിലായിരിക്കും നമുക്ക് ട്രാൻസ്ലേഷൻ കിട്ടുന്നത്. നമുക്ക് മെയിൻ ആയിട്ടും കൂടുതലും ട്രാൻസ്ലേഷൻ ഫയൽസുകൾ അങ്ങനത്തെ വർക്കുകൾ വരുമ്പം
നമ്മൾ ജനറലി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പുറത്തൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എക്സ്പെൻസ് ആയിരിക്കും അത് വരുന്നത്. പിന്നെ നമുക്ക് ഒത്തിരി ടൈം വേസ്റ്റ് ആണ്. സോ ഇതിൽ വിത്തിൻ എ മിനിറ്റ് നമുക്ക് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്ത് ആ ഉള്ളൊരു ടൈമേ നമുക്ക് എടുക്കാറുള്ളൂ. ജനറലി നമ്മളിപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ ചെയ്യുന്ന ഫയൽസുകൾ നമുക്കൊരു വിത്തിൻ 1 അവറിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ഹിസ്റ്ററീസും ഉണ്ടാവും. നമ്മൾ ലോഗിൻ ചെയ്തതിന് നമ്മളുടെ സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അപ്ലോഡ് ചെയ്ത ഫയൽസ് കുറച്ച് ലെങ്തി ഫയൽസ് ആയതുകൊണ്ടായിരുന്നു കുറച്ച് ടൈം എടുക്കുന്നത്. സോ നമുക്കൊരു ആക്യുറേറ്റ് റിസൾട്ട്സിൽ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഫയലിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് അതിൽ തന്നെ വ്യത്യാസം മനസ്സിലാവും എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇത് ബാക്കി നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വരും. നമുക്ക് PDF-ലോ അല്ലെ വേർഡിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് പ്രിന്റ് കൊടുക്കാൻ പറ്റും. ഇമെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നമ്മൾ ഇമെയിൽ ID ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഇമെയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ നമുക്ക് ഇതിൽ എല്ലാം നമ്മുടെ ട്രാൻസ്ലേഷൻ വർക്ക്സ് ഇതിൽ തന്നെ നടക്കും. അതുപോലെ OCR കൺവേർട്ട് ചെയ്യാം. OCR ബേസിക്കലി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഇമേജ് ഫയൽസ് നമുക്ക് വാട്സപ്പിലൊക്കെ അയച്ചു തരുന്ന ഇമേജ് ഫയലുകൾ നമുക്ക് എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. ഫോട്ടോസ് അയച്ചു തരുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ഈ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ OCR കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് PDF-ലുള്ള ഫയലാണെങ്കിലും ഇമേജസ് ആണെങ്കിലും വാട്സപ്പിലൊക്കെ അയച്ചു തരുന്ന ഇമേജ് ഫയൽസ് ആണെങ്കിലും നമുക്കത് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ OCR-ൽ ബേസിക്കലി ഇംഗ്ലീഷിലുള്ള ഫയൽസ് ആയിരിക്കും എടുക്കുന്നത്. മലയാളത്തിലുള്ള ഫയൽസ് വരുമ്പോൾ അതിന്റെ കൺവേർട്ട് ചെയ്ത് കിട്ടും. ബട്ട് അതിന്റെ ആക്യുറസിയിൽ വ്യത്യാസം വരും. ഇപ്പൊ ഞാനൊരു ഇമേജ് ഫയലായിരുന്നു അപ്ലോഡ് ചെയ്തത്. അതിപ്പം എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. രണ്ടും ഇംഗ്ലീഷ് ഫയൽസ് ആണ്. ബട്ട് അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ പറ്റും. എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് റിസൾട്ട്സ് കിട്ടുന്നതെന്നും നല്ല ക്ലാരിറ്റിയിൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നമുക്ക് അങ്ങനെ OCR കൺവേർട്ട് ചെയ്യണമെങ്കിൽ OCR ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടൈം ലൈൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ടൈം ലൈൻ ബേസിക്കലി നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഡേറ്റ് വൈസ് ഇവന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. ഞാനൊരു ഒരു ജഡ്ജ്മെന്റ് തന്നെ അപ്ലോഡ് ചെയ്തു. അപ്പൊ ആ പർട്ടിക്കുലർ ജഡ്ജ്മെന്റിൽ വന്നിരിക്കുന്ന ഏതൊക്കെ ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ജഡ്ജ്മെന്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ജഡ്ജ്മെന്റ് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നില്ല. എന്ത് ഫയലാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏത് ഫയൽ വേണമെങ്കിലും നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ഒരു ടൈം ലൈൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സിനോപ്സിസ് പോലെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 31/7/1980 ഒരു കോമൺ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. 31/7 തന്നെ ഡിക്രി ഡ്രോൺ ചെയ്തു. അങ്ങനെ ഏതൊക്കെ ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ആണ് നടന്നിരിക്കുന്നതെന്നും അത് എവിടെയൊക്കെയാണ് സോഴ്സും റെഫറൻസും ഇതിൽ തരും. നമുക്ക് നമ്മുടേതായുള്ള റിമാർക്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കും അത് ആഡ് ചെയ്യാനായിട്ടും പറ്റും. സോ നമ്മളൊരു ഫുള്ള് ഫയൽ ഇപ്പോൾ ഒരു 50 പേജോ അല്ലെങ്കിൽ 100 പേജൊക്കെ ഉള്ള ഫയൽ നമ്മൾ വായിക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആണ്. സോ ഇതിൽ ടൈം ലൈൻ ജനറേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ഏതൊക്കെ ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വ്യൂ കിട്ടും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വേർഡിലോ അല്ലെ PDF-ൽ ഡൗൺലോഡ് ചെയ്യാനായിട്ടും പറ്റും. ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. നമ്മൾ ആ ഒരു 50 പേജുള്ള ഫയൽ ഇപ്പോൾ ഒരു 9 പേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് എന്തൊക്കെ ഡേറ്റിൽ എന്തൊക്കെയാണ് അതിന്റെ സിനോപ്സിസ് പോലെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ബേസിക്കലി നമ്മളെ ടൈം ലൈൻ ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് വരുന്നത്.
പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അതും സെയിം നമ്മളൊരു ജഡ്ജ്മെന്റോ അല്ലെ എന്താണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ അപ്ലോഡ് ചെയ്ത ഫയലിന്റെ അകത്തുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ട് വരും. സോ ഇതിൽ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ജഡ്ജ്മെന്റ് അപ്ലോഡ് ചെയ്തു, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വാട്ട് കീ ലീഗൽ ഇഷ്യൂ കോർട്ട് കൺസിഡേർഡ്. അപ്പൊ ആ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിന്റെ അകത്തുള്ള ലീഗൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ആൻസർ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് വരും. സോ ഇതും സെയിം ജഡ്ജ്മെന്റ് കൂടാതെ തന്നെ എന്ത് ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും ആ ഫയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണോ നമുക്ക് അറിയേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ തന്നെ കണ്ടുപിടിക്കുക. അത് ഏത് പാരഗ്രാഫിലും ഇപ്പൊ 100 പേജോ 500 പേജുള്ള ഫയലാണെങ്കിലും എത്ര പാരഗ്രാഫിലോ അല്ലെ എവിടെയൊക്കെ അത് വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്കിത് തരും. ഇപ്പം കോർട്ട് കൺസിഡർ ചെയ്ത ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആ ഡിസ്പ്യൂട്ട്സിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും കോർട്ട് അനാലിസിസ് എന്താണെന്നും അതിന്റെ റൂളിംഗ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതും. സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ ഡോക്യുമെന്റ്സ് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് രണ്ട് ഡോക്യുമെന്റ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റും. സെയിം നമുക്കൊരു രണ്ട് ഫയൽസ് തമ്മിൽ അപ്ലോഡ് ചെയ്തിട്ട് അത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് രണ്ട് വിൻഡോയിൽ തന്നെ നമുക്ക് ആ രണ്ട് ഫയലും വരാം. അപ്പൊ നമുക്ക് രണ്ട് ജഡ്ജ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ജഡ്ജ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒറ്റ വിൻഡോയിൽ തന്നെ രണ്ടും ഇതുപോലെ റീഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഫയലാണ്. സോ ഇത് നമുക്ക് പ്രിന്റ് എടുക്കാനാണെങ്കിൽ പ്രിന്റ് എടുക്കാനൊക്കെ ഓപ്ഷൻസ് ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. സോ അതാണ് ബേസിക്കലി നമ്മളെ ഈ AI ടൂൾസിൽ വരുന്നത്. ഈ മനു വർക്ക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് സമ്മറി ജനറേറ്റ് ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ടൈം ലൈൻ ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഇത്. അതും നമുക്ക് ജഡ്ജ്മെന്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ലീഗൽ റിസർച്ചസ് ഒന്നും നടക്കത്തില്ല. ലീഗൽ റിസർച്ചസ് എല്ലാം നമുക്ക് മനുപത്രയിൽ തന്നെ ആയിരിക്കും നടക്കുന്നത്. ഈ മനു വർക്ക്സിന്റെ ഡെമോ വീണ്ടും നമുക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ഡെമോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ട്രയൽ ആക്സസ് യൂസ് ചെയ്യണമെങ്കിലും ജസ്റ്റ് നിങ്ങൾ മനു വർക്ക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുക്കുക. ഇതിൽ തന്നെ നമുക്ക് ഫ്രീ ട്രയലിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ട്രയൽ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തില്ല. അപ്പൊ നിങ്ങൾക്ക് ട്രയൽ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് ബേസിക്കലി പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണ്, സെപ്പറേറ്റ് പേയ്മെന്റ് ആണ്. സോ ഇത് നമുക്ക് യൂസേജ് അനുസരിച്ചാണ് ഇതിന്റെ പേയ്മെന്റ് ഡിഡക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് 30 രൂപ അല്ലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് 15 രൂപ അങ്ങനെ ഓരോ യൂസേജിനായിരിക്കും ഇതിന്റെ പേയ്മെന്റ് ഡിഡക്ട് ചെയ്യുന്നത്. അതിന് വാലിഡിറ്റി ഇല്ല. നമ്മൾ എത്ര എമൗണ്ട് നമ്മൾ നോർമലി പ്രീപെയ്ഡ് കാർഡൊക്കെ ഫോണൊക്കെ റീചാർജ് ചെയ്തിട്ട് എമൗണ്ട് റീചാർജ് ചെയ്തിടുക, നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രം പൈസ കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. ഇതിൽ തന്നെ ഡാഷ്ബോർഡിൽ നമുക്ക് എന്തൊക്കെ യൂസേജ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അങ്ങനെയും അറിയാൻ പറ്റും. ഇതാണ് നമ്മളെ AI സെർച്ചസ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മനുപത്രയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ AI സെർച്ച് ആണ് വരുന്നത്. പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ വന്നിരിക്കുന്ന AI സെർച്ച് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. മനു വർക്ക്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്, നമുക്ക് ഡ്രാഫ്റ്റിങ്ങിനും ട്രാൻസ്ലേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് മനു വർക്ക്സ് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്കലി ഉള്ള ഡീറ്റെയിൽസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ക്ലിയർ ചെയ്ത് തരാം. ഏതെങ്കിലും പോർഷൻസ് ഒന്നും കൂടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? സർ ഇതിന്റെ ഈ സ്റ്റുഡൻസിന് എങ്ങനെയാ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ? ഏതിന്റെയാണ്, മനുപത്രയുടെ ആണോ അതോ മനു വർക്ക്സിന്റെ ആണോ? അല്ല ഇത് എന്താ ഡിഫറൻസ് എന്താണ്? എന്തോ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? നമ്മളിവിടെ കാഞ്ഞിരപ്പള്ളിയിലോ. നമുക്ക് ഇവിടെ ഉണ്ട് ലൈബ്രറിക്ക് ആക്സസ് ഉണ്ട്. അതെ അതെ. അപ്പം ഞാൻ ചോദിക്കുന്ന സ്റ്റുഡൻസ് അത് ഉപയോഗിക്കാവോ നമുക്ക്? അത് കോളേജിൽ നിന്ന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കോളേജിന്റെ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ലൈബ്രറിയുടെ നമുക്ക് ID പാസ്വേഡ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ മനു വർക്ക്സ് എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ആണ്. അത് കോളേജിൽ ഇല്ല, കാരണം അത് സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം. നമുക്ക് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെ കാണിച്ചത് അത് വേറെയാണ്. അത് നിങ്ങൾ ഇൻഡിവിജ്വലി സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. സാറ് കാണിച്ചത് മനു വർക്ക്സ് ആണോ? ഞാൻ രണ്ടും കാണിച്ചു. ആദ്യം കാണിച്ചത് മനുപത്രയാണ്. അതായത് AI സെർച്ച് വരുന്നത് മനുപത്രയിലുള്ളതാണ്.
ഓക്കെ. പിന്നെ ഡ്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് മനു വർക്ക്സ് എന്ന് പറഞ്ഞത്. ഇതാണ് മനു വർക്ക്സ് എന്ന് പറഞ്ഞ സാധനം. നമുക്ക് ഡ്രാഫ്റ്റിംഗ്, ട്രാൻസ്ലേറ്റർ ഉള്ളതാണ് മനു വർക്ക്സ്. ഇത് നമ്മുടെ ഇതിന് കോളേജിൽ ആപ്പ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇതിന് ശരി ആപ്പ് അല്ല, ഇത് വെബ്സൈറ്റ് ആണ്. ശരി ഇത് മനു വർക്ക്സ് .ai എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെബ്സൈറ്റ് കിട്ടും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ട്രയൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ട്രയൽ രജിസ്റ്റർ ചെയ്ത് നോക്കാനും പറ്റും. ശരി. കോളേജിലുള്ളത് മനുപത്രയുടെ സബ്സ്ക്രിപ്ഷൻ. അതിൽ നമുക്ക് ജഡ്ജ്മെന്റ്സ് എടുക്കാനും ബെയർ ആക്ടുകൾ എടുക്കാനും ഒക്കെ പറ്റുന്നതാണ് മനുപത്രയിൽ നമുക്ക് ലീഗൽ റിസർച്ചിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എത്രയാണ് ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ റേറ്റ്? ഏതിന്റെ? മനുവർക്സിന്റെ ആണ്. മനുവർക്സിന്റെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 5,000 അല്ല 10,000 ഓൺവേർഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് നമ്മളുടെ ടോപ്പ് അപ്പ് പോലെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ അനുസരിച്ചാണ് അതിന്റെ പേയ്മെന്റ് ഡിഡക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റിൽ നിന്ന് 30 രൂപ കുറയും, അല്ലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് 15 രൂപ പെർ പേജ് വരും. അങ്ങനെ നമ്മൾ യൂസേജ് അനുസരിച്ചാണ് വരുന്നത്. അത് നമ്മൾ ഫോണൊക്കെ റീചാർജ് ചെയ്തതുകൊണ്ട് നമ്മൾ നോർമലി പേയ്മെന്റ് അടച്ച് റീചാർജ് ചെയ്തിടുക. നമ്മളെ യൂസേജ് അനുസരിച്ച് അതിൽ നിന്ന് പൈസ കട്ട് ചെയ്യും. നമ്മൾ യൂസ് ചെയ്താൽ മാത്രം പൈസ കൊടുത്താൽ മതി. ഒരു ട്രാൻസ്ലേഷന് 15 അല്ലേ? അങ്ങനെ വരും അല്ലേ? അതെ. 15 രൂപ. ഓക്കെ. അത് നമ്മുടെ ഈ ഓൾറെഡി ഉള്ളത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്തും ട്രാൻസ്ലേറ്റ് ചെയ്യാം? എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് ഏത് റീജിയണൽ ലാംഗ്വേജിലുള്ള ഫയൽസ്, ഇപ്പൊ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ചെയ്യാം, മലയാളത്തിൽ നിന്ന് തമിഴിലോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, അപ്പൊ അന്നേരം ഇതിന്റെ ഈ ബാക്കി ChatGPT ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ആക്യുറസി ഇതിനകത്ത് നമുക്കിപ്പോ ഞാൻ നേരത്തെ കാണിച്ചു ഒരു 90% പ്ലസ് ആക്യുറസി കിട്ടും. പിന്നെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ലീഗൽ സപ്പോർട്ടും കിട്ടും. കാരണം ChatGPTയുടെ കയ്യിലൊന്നും ഡേറ്റാബേസസ് ഇല്ല നമുക്ക് ലീഗൽ സപ്പോർട്ട് വരാൻ. മനുപത്ര എന്ന് പറഞ്ഞൊരു 25 ഇയർ ആയിട്ടുള്ള ഫേം, നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ലീഗൽ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു ഇൻഫർമേഷൻ തരുമ്പം അത് ആക്യുറേറ്റ് ആയിരിക്കണം, അതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് വേണം. നമ്മളെ കയ്യിൽ ആ ഡോക്യുമെന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളും ആയിരിക്കും തരുന്നത്. ബട്ട് ChatGPTയുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റുള്ള AI പ്ലാറ്റ്ഫോംസിൽ അവരുടെ കയ്യിൽ ലീഗൽ ഡാറ്റാബേസുകളില്ല. സോ അപ്പൊ അവർക്ക് തരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ആ ലിമിറ്റ് ഇല്ല. നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഈ നമ്മുടെ നോർമൽ ഈ മനുപത്രയുടെ സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ ഇൻഡിവിജ്വൽ, ഇപ്പൊ ലൈബ്രറി അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ നമുക്കതൊരു ഇയർലി സബ്സ്ക്രിപ്ഷൻ 2 ഇയേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു 17,000 റേഞ്ചിലൊക്കെ വരും. എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്പർ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസ് ഇട്ട് തരാം. ഈ ചാറ്റ് വിൻഡോയിൽ per year അല്ലേ? per 2 year. അതുപോലെ മനുവർക്സിന് ഇല്ല. മനുവർക്സ് നമുക്ക് അങ്ങനെ വാലിഡിറ്റി ഇല്ല. നമ്മൾ ചാർജ് ചെയ്തിടുന്ന എമൗണ്ട് തീരുന്നണം വരെ ഉപയോഗിക്കാം. അത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എത്ര നാൾ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് തീർക്കാം. നമ്മൾ ഉപയോഗിക്കുന്നതിന് മാത്രം പൈസ കൊടുത്താൽ മതി. മനുവർക്സ് എത്ര നാളായിട്ടുണ്ട്? മനുവർക്സ് ഇപ്പൊ നമ്മളൊരു 6 months ആയി സ്റ്റാർട്ട് ആയിട്ട്. AI ടൂൾസ് സ്റ്റാർട്ട് ആയിട്ട് 6 months ആയിരുന്നു. ഇത് കൂടുതലും ഈ പ്രാക്ടീസ് ചെയ്യുന്നവർ ചെയ്യുന്നതാണോ ആയിരിക്കും അല്ലെ മനുവർക്സ്? ഇത് പ്രാക്ടീസിങ് ലോയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഫേംസിന് യൂസ് ചെയ്യാം, ബാങ്ക്സിന് യൂസ് ചെയ്യാം. നമുക്ക് ലീഗൽ വർക്ക്സ് വരുന്ന ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ട്രാൻസ്ലേഷനും OCR ജനറേഷനും ടൈം ലൈൻ എല്ലാം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഡ്രാഫ്റ്റിംഗ് മാത്രമാണ് സ്പെസിഫിക്കലി നമുക്ക് ലോയേഴ്സ് അല്ലെ പ്രാക്ടീസിങ് ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. ട്രാൻസ്ലേഷൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഓൺ ആൻ ആവറേജ് ഒരു മന്ത്ലി എന്തൊരു എമൗണ്ട് ഇതില് ഒരു നോർമലി ഒരുവിധം എത്ര വേണ്ടി വരുന്നുണ്ട് കണ്ടിരിക്കുന്ന ഈ 6 months? നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മളിപ്പോ സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന എമൗണ്ട് അതുപോലെ അവിടെ കിടക്കും. നമ്മൾ ഇന്ന് മാത്രം യൂസ് ചെയ്ത് പിന്നെ ഒരു 6 months കഴിഞ്ഞിട്ടാണ് ബാലൻസ് എമൗണ്ട് അതുപോലെ അവിടെ കിടക്കും. ശരി. ഞാൻ സാറിന് ഏതായാലും റിക്വസ്റ്റ് അയക്കാം, സാർ ഒന്ന് അയക്കണം ഡീറ്റെയിൽസ്. ഓക്കെ. ഈ ചാറ്റ് വിൻഡോയിൽ എനിക്ക് ഇമെയിൽ ID മൊബൈൽ നമ്പർ ഒന്ന് ഇട്ടിരുന്നാൽ മതി. അപ്പൊ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഇപ്പൊ അയച്ചേക്കാം. ശരി സാറേ, ഓക്കെ, താങ്ക് യു. എന്നാ ലീവ് ചെയ്യാലോ, കഴിഞ്ഞില്ലേ സാറേ? ഓക്കെ. വേറെ ആർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ വാട്സപ്പിൽ മനുപത്രയുടെയും അതുപോലെ മനുപത്ര അക്കാഡമി എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ചാനൽസ് ഉണ്ട്. നിങ്ങൾ അതും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം വാട്സപ്പിൽ തന്നെ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പൊ ഇതിൽ ഈ വെബിനാറിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് വേണമെങ്കിലും നമുക്ക് മനുപത്ര അക്കാഡമിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന വെബിനാർസിന്റെ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാബേസുകളെല്ലാം നമുക്ക് ഈ മനുപത്ര അക്കാഡമിയുടെ വെബ്സൈറ്റിലും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ പോയിട്ട് മനുപത്ര എന്ന് പറഞ്ഞ ചാനൽ സെർച്ച് ചെയ്യാം, അല്ല മനുപത്ര അക്കാഡമി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് വാട്സാപ്പിൽ അലേർട്സ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പുതിയ വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെയും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ വാട്സാപ്പിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് മനുപത്രയുടെ വെബ്സൈറ്റിൽ തന്നെ ലൈവ് ചാറ്റിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് നിങ്ങളെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും മനുപത്രയുടെ ഒരു നല്ല താങ്ക്സ് പറയുകയാണ്. സോ വീണ്ടും വെബിനാർസുകൾ രജിസ്ട്രേഷൻ വരുമ്പോൾ നമ്മൾ കോളേജസിലും അല്ലെങ്കിൽ വാട്സപ്പിൽ മെയിൽ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽസ് തരും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, sir.